ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖത്തുള്ള എത്ര വലിയ കറുപ്പും കരുവാളിപ്പും മാറ്റി മുഖം നല്ല ഗ്ലാസ് സ്കിന്ന പോലെ ആവാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ടോണറാണിത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ നമ്മൾ ആ റൈസ് വാട്ടർ ഉപയോഗിച്ചിട്ട് കൊറിയൻ സ്കിൻ കെയറെല്ലാം ഒരുപാട് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ഒരു ഗ്ലാസ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഈ കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളത്തിലേക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഞാൻ പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നത്. ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് ഓൺലൈനിലും അതേപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിലും ആയുർവേദിക് ഷോപ്പുകളിലെല്ലാം കിട്ടുന്ന സാധനമാണ്. വളരെ ചീപ്പ് റേറ്റാണ്. നിങ്ങളുടെ അടുത്ത് ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്യുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിത് വാങ്ങാൻ വേണ്ടി പറ്റും. പിന്നെ 1 ടീസ്പൂണോളം ഗ്ലിസറിനാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് അലോവേര ജെല്ലാണ്. വീട്ടിൽ ചെടികളിലുള്ള അലോവേര ജെല്ല് എടുക്കരുത്, പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെല്ല് തന്നെ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടോണർ നമുക്ക് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാത്ത വീട്ടിലുള്ളത് യൂസ് ചെയ്താൽ നമുക്ക് ആ ഷെൽഫ് ലൈഫ് കിട്ടില്ല. അതുകൊണ്ടാണ് അത് തന്നെ വേണമെന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ച് ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കുന്ന സമയത്ത് ഈ അലോവേര ജെൽ ഇതിൽ ശരിക്കും അങ്ങ് മിക്സായി കിട്ടില്ല. അപ്പോൾ നമ്മൾ കുപ്പിയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം ആ അലോവേര ജെല്ലിന് ഇതിലേക്ക് മിക്സാക്കി എടുക്കുക. അപ്പോൾ മാക്സിമം നമ്മൾ അലോവേര ജെല്ലിനെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ആ ബോട്ടിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇത് പുറത്തേക്കായി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അങ്ങോട്ടേക്ക് മിക്സായി കിട്ടില്ല അലോവേര ജെല്ല് വെള്ളത്തിലേക്ക്. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഒഴിക്കുന്ന സമയത്ത് ബോട്ടിലിൻ്റെ താഴെ മറ്റൊരു കപ്പും കൂടിയും വെച്ച് കൊടുക്കുക. അപ്പോൾ ആ കപ്പ് വെച്ചാൽ കപ്പിലേക്ക് തന്നെ ബാക്കിയുള്ള ഇത് വന്ന് വീഴുമല്ലോ. അപ്പോൾ അത് രണ്ടാമത് കുപ്പിയിലേക്ക് തന്നെ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് ഇതേപോലെയുള്ള കുപ്പിയിൽ ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം നിങ്ങളടുത്ത് സെറം ബോട്ടിലോ സ്പ്രേ ബോട്ടിലോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഒരു 2 മിനിറ്റ് ഷേക്ക് ചെയ്താൽ അലോവേര ജെൽ അതിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. അങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജുള്ളവർ ഉറപ്പായിട്ടും ഫ്രിഡ്ജിൽ വെക്കുക. അല്ലാത്തവർക്ക് പുറത്ത് തന്നെ ഒരു 5-6 ദിവസമെല്ലാം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഫേസിലേക്ക് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ രാവിലെ രാത്രി ഇങ്ങനെ മുഖത്തേക്ക് അടിച്ചു കൊടുക്കുക. ഫ്രിഡ്ജുള്ളവർ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. പുറത്ത് വെക്കുന്നവർ അത് കേടാകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ദിവസവും ചെയ്യുന്നതോടുകൂടി നിങ്ങളെ ഫേസിൽ നല്ലൊരു മാറ്റം വരും. ഒരു 7 ദിവസം ഒരാഴ്ച കഴിയുമ്പം തന്നെ മുഖത്ത് ഞെട്ടിക്കുന്ന മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ബെനിഫിറ്റ്സ് ഓഫ് റൈസ് വാട്ടർ എന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത അലോവേര, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്, ഗ്ലിസറിന്, ഇതെല്ലാം നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് സഹായിക്കുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.